പിടിക്കരുത്, ഇവിടെ പിടിക്കരുത്. ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഇവിടെ അല്ല നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ആളുകൾ തമ്മിൽ പിടിക്കും, അല്ലെങ്കിൽ സാധനം പിടിക്കും, പിടിച്ചാൽ അത് കേടുവരും. അവിടെ എന്താ പറയുക, പിടിക്കരുത് എന്ന് പറയണം. അങ്ങനെ പിടിക്കരുത് എന്നങ്ങനെ പറയാം, ലതംസിക് എന്നാ പറയാം. ലാത്തഹുദ് എന്നും പറയാം, പക്ഷെ അത് അത്രയും എന്തല്ല. ലാത്തഹുദ് പറഞ്ഞാൽ അഹദ എന്ന വേർഡ് വിശാലമായ അർത്ഥത്തിനുള്ള ഒന്നാണ്. നമുക്കതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. അതിന് മുമ്പ് ഇതൊന്ന് പറയാം. അപ്പം എവിടെയും ഒരാളോട് പിടിക്കരുത് എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു, ഒരാൾ ജിമ്മ് പോയ ആളിൻ്റെ കൈ ഇങ്ങോട്ട് വന്നാൽ പിന്നെ സലാം പറഞ്ഞാൽ അയാൾ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചാൽ ചിലപ്പോൾ നമ്മൾ പൊടിഞ്ഞു പോകും. ആ സമയത്ത് അദ്ദേഹത്തോട് പറയാം, യാ ഹബീബി ലാ തംസിക്നി ബിൽഗുവ, ലാ തംസിക് യദി ബിൽഗുവ, എന്നെ നീ ശക്തമായി പിടിക്കല്ലേ. അതല്ലേ ലാ തംസിക് യദി ബിൽഗുവ, എൻ്റെ കൈ ഇങ്ങോട്ട് പവറിൽ പിടിക്കല്ലോ. ഇംസക്ക് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ് അർത്ഥം. അപ്പം പിടിക്കരുത് ലാ തംസിക്. അത് നമ്മൾ സാധാരണഗതിയിൽ പെയിൻ്റ് അടിച്ച സ്ഥലത്ത് ആൾക്കാരിങ്ങനെ അറിയാതെ എന്തായിപ്പോൾ എന്നെ പിടിച്ചു പോവും, പെയിൻറ്റ് തട്ടിപ്പോവും. അവിടെ പറയേണ്ടതും എന്താണ്, നേരത്തെ തൊടുക നമ്മൾ പഠിച്ചിരുന്നു, ഇവ പിടിക്കുക എന്നാണ്. അപ്പം ലാത്തംസക്ക്, ലാത്തംസക്ക് ആദ, ഇത് നീ പിടിക്കരുത്, ലാത്തംസക്ക്. അപ്പം ലാത്തംസക്ക് തന്നെ. ഓക്കെ. ഈ മസക്കക്ക് വേറെയും ഒരർത്ഥമുണ്ട്. മസക്കക്ക് എന്താ അർത്ഥം? ഇപ്പം നമ്മൾ പറയുമല്ലോ, നിങ്ങൾ പിന്നെ എന്താക്കാണ്, നമ്മൾ ലൈനിൽ നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇപ്പം ഇന്നലെ വരുമ്പോൾ ഒരു അറബി പറയുന്നത് അല്ലാഹന മസിക്കീൻ അസ്സിറ, മസിക്കീൻ അസ്സിറ, അത് എംസക്കിന്ന് വന്നതാണ്. മസക്ക പിടിച്ചു എന്നാണ്. ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോഴുള്ള ഫിസിക്കലി പിടുത്തവും ഇതൊരു വിർച്വൽ പിടുത്തമാണ്. വിർച്വൽ പിടുത്തം എങ്ങനെയാണ്? ഞങ്ങൾ ഇംസക്സിറ ഇങ്ങനെ പറയാം, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കൽ വഗ്ഗിഫ് ഇസ്സിറ, വഗ്ഗിഫ് ഇസ്സിറ. നിങ്ങളത് ഒബ്സർവ് ചെയ്തവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ, കാരണം ഇത് കുറച്ചൊരു അഡ്വാൻസ് ആയ ക്ലാസ്സാണ്. എന്താണ് പറയുക, വഗ്ഗിഫ് ഫിസ്സിറ, നീ വഗ്ഗിഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കൂ, ഫിസ്സിറ, സിറ ലൈനിൽ നിൽക്കൂ, ലൈൻ മേ ഖഡേ രഹോ എന്നറിയാം ഹിന്ദിയിൽ, ആ സാധനമാണത്. പക്ഷെ അവിടെ വഗ്ഗിഫിന് പറയാം എംസക്ക് എന്നാണ് പറയുന്നത്, എംസക്ക് ഫിസ്സിറ. ഞാനിപ്പോൾ ലൈൻ പിടിച്ചു നമ്മൾ പറയും ചിലപ്പോൾ. അതാണ്. ഓക്കെ. അപ്പം മസക്കയുടെ വിശദീകരണമാണ്. ഇനി അഹദ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അഹദ എന്ന് എടുക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ പിടിക്കാൻ തന്നെ, എടുക്കാൻ ആൾക്കാർ പറയാറില്ല, ഇതിനാണ് ഉപയോഗിക്കുന്നത്, അതിന് ചിലപ്പോൾ ഉപയോഗിക്കും. ഓക്കെ. അപ്പം എങ്ങനെ പറയാം, ലാത്തഹുദ് യാ ഹബീബി ലാത്തഹുദ്, ഒരാൾ സാധനങ്ങൾ എടുത്തു നോക്കുന്നുണ്ട്, ലാത്തഹുദുൽ ഫവാക്കിഹ, ആ ഫ്രൂട്ട്സുകൾ എടുക്കരുത്, ലതഖുദഹദ മിൻഹിന, നീ ഇവിടെ നിന്ന് ഇത് എടുക്കരുത്. ഇങ്ങനെ എടുക്കുക എന്നർത്ഥത്തിന്. ഈ അഹദക്ക് കുറേ അർത്ഥങ്ങൾ വേറെയുണ്ട്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അത് പറയാം. ജസ്റ്റ് സൂചന ഇത്രേ പറയാനുള്ളൂ. ഞാനൊരു കോഴ്സ് എടുത്തു, അഹദത്ത് അദ്ദൗറ, ഞാനൊരു മരുന്നെടുത്തു, അഹദത്ത് ദവ. ഇവിടെയൊക്കെ അഹദ പറയാറുണ്ട്. അഹദ പ്രവിശാലമായൊരു വാക്കാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുമ്പോൾ എടുക്കരുത് എന്ന് പറയാൻ ഏറ്റവും നല്ലത് ലതംസക്ക് എന്നാണ്. ഇംസക്ക് എന്നാൽ ശക്തമായി എടുക്കുക, പിടിക്കുക എന്നർത്ഥം. ഓക്കെ. ശുക്രൻ ലിമുതാബഅതികും. അസ്സലാമ.